ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മാർച്ച് 12 ഈ ദിവസം നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. 1930 ഇതേ മാർച്ച് 12 മഹാത്മാഗാന്ധിജി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ, അവരുടെ കിരാത ഭരണത്തിനെതിരെ ദണ്ഡി യാത്ര ആരംഭിച്ചു, ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. 1930 മാർച്ച് 12 അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിൽ നിന്നും 78 സഹപ്രവർത്തകരുമായി ചേർന്ന് യാത്ര ആരംഭിച്ചു. ഏപ്രിൽ 5 ദണ്ഡി എന്ന കടപ്പുറത്തേക്ക് അവർ എത്തിച്ചേർന്നു. അപ്പോൾ ധാരാളം ഫോളോവേഴ്സ് അതിനുശേഷം ആ യാത്രയുടെ കൂടെ ഉണ്ടായി. വെള്ള ഖദർ വസ്ത്രങ്ങൾ ധരിച്ചാണ് അവർ യാത്ര ആരംഭിച്ചത്. അതുപോലെ ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് അദ്ദേഹം ചെളി നിറഞ്ഞ മണ്ണ്, അതിൽ ഉപ്പിൻ്റെ അംശമുണ്ട്, അത് എടുത്ത് തിളപ്പിച്ച് ഉപ്പാക്കി, അങ്ങനെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഉപ്പിന് വരെ നികുതി ഏർപ്പെടുത്തിയ ആ ദുർഭരണത്തിന് എതിരായിട്ട് സത്യാഗ്രഹ സമരം നടത്തി. അതിൻ്റെ ഫലമായി അവർക്ക് ആ നികുതിയൊക്കെ എടുത്ത് കളയേണ്ടി വന്നു. വളരെ വൃത്തികെട്ട ഒരു ഭരണമായിരുന്നു അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് ഭരണകൂടമൊക്കെ നടത്തിയിരുന്നത്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ അന്ന് സ്വന്തം ജീവിതവും ജീവനും ബലിയർപ്പിച്ചു. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതിൻ്റെ മൂല്യമൊന്നും അറിയില്ല. അമിതമായ സ്വാതന്ത്ര്യം തോന്നിയ പോലുള്ള ജീവിത ശൈലികളുമൊക്കെയാണ്. ഇത് ആപത്തിലേക്കാണ് കൊണ്ട് ചെന്നെത്തിക്കുക. പണ്ട് പാവപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവൻ ബലി നൽകിയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. കൊടിയ മർദ്ദനങ്ങൾ ജയിലിലും ലോക്കപ്പിലുമൊക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് അവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അപ്പോൾ ഉപ്പിന് വരെ അവർ ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. അതിനെതിരായിട്ടാണ് ഗാന്ധിജി ഇങ്ങനെ ഒരു സമരമുറ നടത്തിയത്. അത് വിജയിച്ചു. ഇന്നേക്കത് 96-ാം വർഷമാണ്. 1930 മാർച്ച് 12 അത് നടത്തിയത്. അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെയും സ്മരിച്ചുകൊണ്ട്, ദണ്ഡി യാത്രയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം. എല്ലാവർക്കും ശുഭദിനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വന്ദേ മാതരം.